മാഞ്ചസ്റ്റർ സിറ്റി എന്ന നീല സാമ്രാജ്യത്തിന്റെ അസ്തമയത്തിന് സാക്ഷ്യം വഹിച്ചതുപോലെ വിങ്ങുന്നൊരു അനുഭവമായിരുന്നു ബോഡോ ഗ്ലിംറ്റിനെതിരെയുള്ള മത്സരം. നോർവേയിലെ ആർട്ടിക് മഞ്ഞിന്റെ കൊടും തണുപ്പിൽ ആസ്മിമറ സ്റ്റേഡിയത്തിലെ കളിവിളക്കുകൾക്ക് പോലും സിറ്റിയുടെ തളർച്ച മാറ്റാൻ കഴിഞ്ഞില്ലായിരുന്നു. പ്രീമിയർ ലീഗിൽ മാഞ്ചസ്റ്റർ യുണൈറ്റഡിനോട് തോറ്റ മുറിവേറ്റ സിംഹത്തെ പോലെ എത്തിയ പെപ്പിന്റെ സൈന്യത്തെ കാത്തിരുന്നത് മറ്റൊരു ദുരന്തമായിരുന്നു. മത്സരത്തിന്റെ 21-ാം മിനിറ്റ് മൈതാനത്തിൽ നിന്ന് ബോഡോ ഗ്ലിംറ്റിന്റെ 11-ാം നമ്പറുകാരൻ ഒലെ ബ്ലോബർഗ് സിറ്റിയുടെ ഗോൾമുഖത്തേക്ക് ഇരച്ചു കയറുന്നു. വിലങ്ങിടാനായി സിറ്റി പ്രതിരോധ താരം അബ്ദു ഖോദിർ ശ്രമിച്ചെങ്കിലും വീണെടുത്ത് നിന്ന് എഴുന്നേറ്റുകൊണ്ട് ഒലെ തന്റെ സഹതാരത്തിലേക്ക് കൃത്യമായ ഒരു ക്രോസ് നൽകുന്നു. ഒലയുടെ നീക്കം മനസ്സിലാക്കി തക്കം പാർത്തിരിക്കുന്ന ഹോഗോ ഗോൾ കീപ്പർക്ക് യാതൊരുവിധ അവസരങ്ങളും നൽകാതെ പന്ത് വലയിലേക്ക് കുത്തിയിറക്കുന്നു. സ്റ്റേഡിയം മഞ്ഞക്കടലുകളായി തിരയടിക്കുന്നു. സ്ക്രീനിൽ ബോഡോ 1 സിറ്റി 0. മത്സരം പുരോഗമിക്കുമ്പോഴും സിറ്റിയുടെ പ്രതീക്ഷകൾ മങ്ങിയിരുന്നില്ല. തിരിച്ചുവരവിന് സാധ്യമാണെന്ന ഭാവമേ ഓരോ ആരാധകർക്കും ഉണ്ടായിരുന്നത്. എന്നാൽ കാര്യങ്ങൾ കൈവിട്ടു പോകുകയാണെന്ന് അടുത്ത 2 മിനിറ്റുകൾക്കുള്ളിൽ തന്നെ സിറ്റി താരങ്ങളും ആരാധകരും ഒരേപോലെ മനസ്സിലാക്കിയിരിക്കണം. സിറ്റിയുടെ മധ്യനിര താരം ചെസ്റ്റിലിറക്കി ക്ലിയർ ചെയ്യാനിരുന്ന ബോൾ ബോഡോ താരം റാഞ്ചിയെടുക്കുന്നു. പിന്നാലെ ഒലയിലേക്ക് എത്തിയ ബോൾ ആരാലും മാർക്ക് ചെയ്യപ്പെടാതെ ഇടതുവിങ്ങിലുണ്ടായിരുന്ന ഹോഗോയിലേക്ക് വീണ്ടും നൽകുന്നു. പിന്നീട് അയാൾ അനായാസം വലിക്കുന്നു. എന്ത് സംഭവിക്കുന്നു എന്ന് മനസ്സിലാകാതെ സിറ്റി താരങ്ങൾ നടുങ്ങിയിരിക്കണം. ആദ്യ പകുതി അവസാനിക്കാനിരിക്കെ ഹാളണ്ടിന് ഒരവസരം ലഭിക്കുന്നു. എന്നാൽ ലക്ഷ്യസ്ഥാനത്തേക്ക് എത്തിക്കാൻ കഴിയാതെ വന്നു. 2-ാം പകുതിയുടെ തുടക്കത്തിൽ ബോഡോ ഗോൾ കണ്ടെത്തിയെങ്കിലും ഓഫ്സൈഡായി വിധിക്കപ്പെട്ടു. എന്നാൽ 57-ാം മിനിറ്റിലാണ് കാൽപന്തിന്റെ അഴുകു പുരട്ടിയ ആ ഗോൾ പിറവിക്കൊള്ളുന്നത്. ജെൻസ് പീറ്റർ എന്ന താരം സിറ്റിയുടെ പ്രതിരോധ താരങ്ങളെ കബളിപ്പിച്ച് മനോഹരമായി മുന്നോട്ട് കുതിക്കുന്നു. ഒടുക്കം ബോക്സിന് വെളിയിൽ നിന്ന് ഒരു ഷോട്ട് ഉതിർക്കുന്നു. ഡൊണ്ണുറമക്ക് എത്തിപ്പിടിക്കാൻ കഴിയത്തക്ക വിധം പന്ത് നെറ്റിൽ പതിക്കുന്നു. ബോഡോ തങ്ങളുടെ 3ാമത്തെ ഗോളും നേടി. 59-ാം മിനിറ്റിൽ ആശ്വാസമെന്നോണം സിറ്റിക്കായി ചെറുക്കി ഗോൾ നേടി. ബോഡോയുടെ ഗോൾ പോസ്റ്റിന് മുന്നിലെ കൂട്ടപ്പൊരിച്ചിലിന് ശേഷം പോസ്റ്റിന്റെ ഇടത്തെ മൂലയിലേക്ക് ഒരു ഗ്രൗണ്ട് ഷോട്ട് ഗോളായിരുന്നു. എന്നാൽ മത്സരത്തിന്റെ 60-ാം മിനിറ്റിൽ ബോഡോയുടെ 26-ാം നമ്പറുകാരനെ വീഴ്ത്തിയതിന് റോഡ്രിക്ക് റെഫറി യെല്ലോ കാർഡ് ഉയർത്തുന്നു. തൊട്ടടുത്ത നിമിഷം വീണ്ടും ഒരു യെല്ലോ കാർഡ് കണ്ടതോടെ റെഫറി റെഡ് കാർഡ് ഉയർത്തി. അതോടെ റോഡ്രിക്ക് കളം വിടേണ്ടി വന്നു. സിറ്റിയുടെ ഭാഗ്യമെന്നോണം 69-ാം മിനിറ്റിൽ ഹോഗോയുടെ പവർഫുൾ ഷോട്ട് ക്രോസ് ബാറിൽ തട്ടിത്തെറിക്കുന്നു. തൊട്ടടുത്ത നിമിഷം തന്നെ ബോഡോ വലകുലുക്കി. എന്നാൽ അത് ഓഫ്സൈഡായി വിധിക്കപ്പെടുകയായിരുന്നു. കാസ്പർ ഹോഗിന്റെ മിന്നൽ ഗോളുകൾ സിറ്റിയുടെ പ്രതിരോധ കോട്ടകളെ തകർത്തെറിഞ്ഞപ്പോൾ ആരാധകരുടെ ഹൃദയം ഓരോ നിമിഷവും പിടയുകയായിരുന്നു. ആദ്യ പകുതിയിൽ ജെൻസ് പീറ്റർ 3ാം ഗോളും വലയിലാക്കിയതോടെ സിറ്റി എന്ന മഹാപ്രതിഭയുടെ പതനം പൂർണ്ണമായി. റയാൻ ചെർക്കിയുടെ ഗോൾ നേരിയ പ്രതീക്ഷ നൽകിയെങ്കിലും നായകൻ റോഡ്രി ചുവപ്പ് കാർഡ് കണ്ട് കണ്ണീരോടെ മൈതാനം വിട്ടത് ആ പരാജയത്തിന്റെ ആഴം കൂട്ടി. വിജയങ്ങളുടെ കൊടുമുടിയിൽ നിന്ന് പരാജയത്തിന്റെ കഴങ്ങളിലേക്ക് വീഴുമ്പോൾ ശൂന്യതയിലേക്ക് നോക്കി നിൽക്കുന്ന സിറ്റി താരങ്ങളുടെ ആ നിസ്സഹായത ഏതൊരു ഫുട്ബോൾ പ്രേമിയെയും വല്ലാതെ വേദനിപ്പിക്കുന്നതായിരുന്നു. ഇത്തിഹാദിന്റെ ആകാശത്ത് പടരുന്ന ഈ കരിനിഴൽ എന്ന് നീങ്ങുമെന്നറിയാതെ നിശബ്ദരായി പോയൊരു കൂട്ടം ആരാധകരുടെ വിലാപമായി മാത്രമായി ഈ രാത്രി. കഴിഞ്ഞ തവണ മാഞ്ചസ്റ്റർ ഡെർബിയിൽ ചിരവൈരികളായ യുണൈറ്റഡിനോട് സ്വന്തം നാട്ടിൽ വെച്ച് പരാജയപ്പെട്ടപ്പോൾ അത് വെറുമൊരു വീഴ്ചയായിരുന്നില്ല, മറിച്ച് ഒരു പ്രതാപത്തിന്റെ തകർച്ചയുടെ തുടക്കമായിരുന്നു. അന്ന് ഗാലറിയിൽ ഉയർന്ന നിലവിളികൾ ഇന്നും അന്തരീക്ഷത്തിൽ തങ്ങി നിൽക്കുന്നുണ്ട്. വിജയങ്ങളുടെ കൊടുമുടിയിൽ നിന്ന് പരാജയത്തിന്റെ ആഴങ്ങളിലേക്കുള്ള ഈ യാത്ര ഓരോ ആരാധകന്റെയും ഉള്ളിലെക്കുന്നതാണ്. ഇന്നത്തെ ചാമ്പ്യൻസ് ലീഗ് പോരാട്ടത്തിൽ റഫറിയുടെ അവസാന വിസിൽ മുഴങ്ങിയപ്പോൾ സിറ്റി താരങ്ങളുടെ മുഖത്ത് കണ്ടത് വെറുമൊരു നിരാശയല്ല, മറിച്ച് തങ്ങൾക്ക് പോലും വിശ്വസിക്കാനാകാത്ത ഒരു തരം ശൂന്യതയായിരുന്നു. പെപ്പിന്റെ തന്ത്രങ്ങൾ പിഴക്കുന്നതും ഹാളണ്ടിന്റെ ഗോളുകൾക്ക് ലക്ഷ്യം തെറ്റുന്നതും കാണുമ്പോൾ ഗാലറിയിലെ നീലക്കുപ്പായക്കാർ മൗനത്തിന്റെ കരിമ്പടം പുതച്ചുപോയി.